ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാനിന്ന് പോകുന്നത് നമ്മുടെ കണ്ണൂർക്കാരുടെ ദൈവമായ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെന്നൈയിൽ മുത്തപ്പൻ മടപ്പുര ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ റീസെൻറ്റ് ടൈംസിലാണ് ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഗൂഗിൾ ചെയ്തപ്പോൾ അതിൽ അവിടുത്തെ ഓഫീസിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ അവരെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വർഷത്തിലൊരു തവണ ഇവിടെ ഉത്സവം നടത്താറുണ്ടെന്നും മുത്തപ്പനെ കെട്ടിയടിക്കാറുണ്ടെന്നും. ആ ദിവസമാണ് കേട്ടോ ഇന്ന്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. സോ അങ്ങനെ പോയി ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും കുറേ ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ആ വരുന്നതാണ് എൻ്റെ ഫ്രണ്ട് സത്യ. ഞാനിവിടെ ചെന്നൈയിൽ വന്നതിന് ശേഷം പരിചയപ്പെട്ട ആളാണ് കേട്ടോ അവൾ. അവളുടെ അടുത്ത് ഈ മുത്തപ്പനെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ കേട്ടറിവുകൾ മാത്രം ഉള്ളപ്പോൾ അവൾക്ക് മുത്തപ്പനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കേരളത്തിൽ വന്നാൽ കൊണ്ടുപോകാമെന്ന് വരുന്ന പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, അവളെയും കൂടെ കൂട്ടി. പിന്നെ വേറൊരാൾ ഫ്രണ്ട് കൂടി ഉണ്ട് കേട്ടോ, ഫ്രാങ്ക്ലിൻ. അവനും ചുമ്മാ വന്നത്. അവനും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് എന്താണെന്ന് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് രണ്ടുപേരും വന്നത്. നാട്ടിൽ നിന്ന് കൊടുക്കുന്ന പോലെ തന്നെ പയറും തേങ്ങയൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് മുത്തപ്പൻ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി കുറേ നേരം നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ആ സമയം കൊണ്ട് മുത്തപ്പൻ്റെ പ്രസാദ സദ്യ അടുത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വിട്ടു ഫുഡ് കഴിക്കാനായിട്ട്. ഇവനാണ് എപ്പോഴും നമ്മളൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് അസൂയുള്ള ഒരുത്തരുണ്ടാവില്ല, ആ ഒരു സാധനമാണിത്. ഞാൻ ചാനലിൽ എവിടെ എത്തില്ല എന്നുള്ള ഒരു ഇതാണ് ഇവന്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് അടിപൊളിയാക്കി കാണിച്ചു കൊടുക്കണം ഇവന്. ഗൈസ്, ഞാൻ ഇപ്പം കാണിച്ച ക്ലിപ്പിലുള്ളവരില്ലേ, അവനാണ് ഫ്രാങ്ക്ലിൻ. അവൻ ഞാൻ പറഞ്ഞല്ലോ അതേപോലത്തെ സ്വഭാവമാണ്. എന്നിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ നല്ലോണം സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ എത്തിച്ചതിന് ശേഷം എനിക്ക് അവനെ മുന്നൊന്ന് ഞെളിഞ്ഞ് നിൽക്കണം. സോ അത് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങളൊരു ഫുഡ് കഴിച്ചു. ഒരു ഫുഡല്ല, സദ്യ കഴിച്ചു. അതിൽ സാമ്പാറും കൂട്ടുകറിയും ഒക്കെ ഉണ്ടായിരുന്നു. എക്സാക്ട്ലി നമ്മുടെ കേരള ടേസ്റ്റിലെങ്കിലും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പായസം ഉണ്ടായിരുന്നു, സേമിയ പായസം. അങ്ങനെ ഞങ്ങൾ വയറൊക്കെ നിറച്ച് തിരിച്ച് കാവിലേക്ക് വിട്ടു. ഞങ്ങൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തൊന്നു കേട്ടോ, ഞങ്ങളുടെ ടോക്കൺ വിളിക്കാനായിട്ട്. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വേറൊരാൾക്കാരെ കണ്ടത്, അമ്മുവിൻ്റെ ചേച്ചിയും. ഇവരെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഇവരുടെ വീഡിയോയിലൂടെയാണ് ഞാൻ ഈ മുത്തപ്പൻ മടപ്പുര ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. അമ്മുവിനെയും പിന്നെ ഈ ചേച്ചീനെയും കാണാൻ പറ്റുമെന്ന് ഞാൻ എക്സ്പെക്റ്റേ ചെയ്തില്ല. അമ്മു എന്ന് പറയുന്ന പഗ്ഗാണ് കേട്ടോ. സോ അവരെ കൂടെ കാണാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബിക്കോസ് ഞാൻ ഫോളോ ചെയ്യുന്നൊരു പേജാണ്. പിന്നെ അതുകൂടാണ്ട് എനിക്കിഷ്ടമാണ് അമ്മുവിനെ. സോ അവിടെ നിന്ന് അവരെയും കൂടെ കാണാൻ പറ്റും ഞാൻ വിചാരിച്ചതേ ഇല്ല. സോ മുത്തപ്പനെ കാണാൻ പോയപ്പോൾ എനിക്ക് ഈ ഒരു ചാൻസ് കൂടെ കിട്ടി. സമയം ഒരു 10 മണിയായിട്ട് കൂടെയും അവിടുത്തെ തിരക്ക് കണ്ടില്ലേ, അപ്പോഴും അത്രയും ആൾക്കാർ കാവിലുണ്ടായിരുന്നു. ഇവൻ്റെ ചിരി കണ്ടില്ല ഗൈസ്, ഈ ചിരിയുള്ള ഈ പല്ലും വെച്ചിട്ടില്ല. ഇവരാണ് എൻ്റെ ചാനലിനെ കളിയാക്കുന്നത്. ഇപ്പം ഇവൻ അമ്മയെ പേടി, അമ്മ ഈ വീഡിയോ കാണുമ്പോൾ പ്രശ്നമാവുമല്ലോ. ഇവൻ്റെ പേരാണ് ഫ്രാങ്ക്ലിൻ. സോ ഞങ്ങളൊരു 10:30 അവിടെ നിന്ന് ഇറങ്ങിട്ടോ. വീട്ടിലെത്താൻ ഏകദേശം ഒരു 11:30 സോ അത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ലൊക്കേഷൻ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ ടാറ്റാ, ബൈ.